എടേ, നിങ്ങളീ കാണാൻ പോകുന്നതാണ് മരുത്വാമല. മരുത്വാമല എന്ന് പറഞ്ഞാൽ അറിയാമല്ല, നമ്മുടെ ഹനുമാൻ എടുത്തുകൊണ്ട് പോയ ആ മലയാണ് മരുത്വാമല. ഇതിൻ്റെ ഐതിഹ്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പറയില്ല, കാരണം അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിൽ നല്ല സൂപ്പർ ജാങ്ക് സ്ഥലമാണടേ, എല്ലാവരും പോകണം. പിന്നെ പെണ്ണുങ്ങൾക്ക് വിലക്കൊന്നുമില്ല, ഫാമിലി ആയിട്ട് തന്നെ പോവാം. ഇച്ചിരി കയറ്റമൊക്കെ ഉണ്ട്, പടിയൊക്കെ കയറി കഴിഞ്ഞ് ഇച്ചിരി ഓഫ് റോഡാണ്. നടന്ന് ഊപ്പാട് വരും, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. തണുത്ത കാറ്റടിക്കുന്നുണ്ട്, നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കയറിപ്പോവും. ഉച്ചയ്ക്കൊന്നും ചേർന്ന് കയറിക്കളയല്ലേടേ, ഊപ്പാട് വരും. കയ്യിൽ വെള്ളം കരുതിക്കോണം, മോളിൽ വെള്ളവും ഇല്ല, ഒരു കുന്തവും ഇല്ല. നല്ല അടിപൊളി വ്യൂ ഉണ്ട്, എല്ലാ സ്ഥലത്തും നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. ഒരു ശല്യവും ഇല്ല, കുരങ്ങന്മാരും ഇല്ല, ആൾക്കാരും ഇല്ല. പിന്നെ കുറേ ഗുഹകളും. ഈ പടിയൊക്കെ കണ്ട മാക്കനെ നടന്ന് മോളിൽ കയറി പോകണം. ഈ പടിയൊക്കെ കുറച്ച് ദൂരം വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഫുൾ ഓഫ് റോഡിങ് ആണ്. പിന്നെ എല്ലാവർക്കും, എല്ലാ പ്രായത്തിലുള്ളവർക്കും വലിഞ്ഞ് കയറാം. ഹാർട്ട് അറ്റാക്കൊക്കെ ഉള്ളവരൊന്നും കയറി പോകല്ലേടേ, അവസാനം അവിടെ നിന്ന് എടുത്തുകൊണ്ടിറങ്ങാൻ പോലും ഒരു സൗകര്യം കാണില്ല. പിന്നെ ആടിപ്പൊളി സ്ഥലമാണ്. ഇവിടെ കുറച്ച് മുകളിലോട്ട് കയറുമ്പോൾ 2-3 അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടാടേ. അതിൻ്റെ അവിടെയൊക്കെ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഏതോ പച്ചില ഉണ്ട്, ആ പച്ചില കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് വരില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് ഈ പച്ചിലയൊന്നും അറിഞ്ഞൂടെ, അതുകൊണ്ട് ഞാൻ ആ പച്ചിലയൊന്നും പറിക്കാൻ നിന്നില്ല. പിന്നെ നമ്മളവിടെ ചെന്ന് പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളൊന്നും ഉണ്ടാക്കി ഇടരുത്, കാരണം ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ട് വരാൻ പറ്റിയ ഒരു ജാങ്ക് സ്ഥലമാണ്. നമ്മൾ നേരെ പോകേണ്ടത് ആദ്യം കന്യാകുമാരി പോവുക. കന്യാകുമാരി അടിച്ച് കറങ്ങി അവിടെ വിവേകാനന്ദ പാറയിലൊക്കെ കയറി അവിടെ ഒരു ദിവസം തങ്ങി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തിരിച്ച് വരുന്ന വഴിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു 8 കിലോമീറ്ററിനകത്ത് വരും. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ നമുക്കിത് കാണാൻ പറ്റും. നേരെ ഇങ്ങോട്ട് കയറിക്കോളി. ഇതിൻ്റെ മൂടറ്റം വരെ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് വണ്ടി താഴെ പാർക്ക് ചെയ്ത്, അവിടെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. നമുക്ക് വെള്ളം വാങ്ങിക്കാനും മറ്റ് കഴിക്കാനും കുറയ്ക്കാനും ഒക്കെ വാങ്ങാനുള്ള കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പതുക്കെ അങ്ങ് കയറി തുടങ്ങണം. ഒന്നുകിൽ രാവിലെ കയറുക, അല്ലെങ്കിൽ വൈകുന്നേരം കയറുക. ഉച്ച സമയത്തൊന്നും കയറാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ കയറും. അപ്പം ഞാൻ പോയപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെയാണ് ഇതിൻ്റെ മണ്ടയൊക്കെ വലിഞ്ഞ് കയറിയത്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ എന്നോട് പറഞ്ഞ് രാത്രിയായി കഴിഞ്ഞാലൊന്നും പറ്റില്ല, 6 മണിക്ക് ശേഷം ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കയറിയപ്പോഴത്തേക്ക് 6 മണിക്ക് ശേഷം ആൾക്കാർ കയറി പോണ കണ്ട്. ചിലരൊക്കെ അവിടെ ഗുഹയിലൊക്കെ രാത്രി തങ്ങുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അടിപൊളി കാറ്റുണ്ട്, നമ്മളെ എടുത്തുകൊണ്ട് പോണ തരത്തിലുള്ള കാറ്റുണ്ട്. നമ്മളിപ്പോൾ കയറി ചെല്ലണത് കണ്ട അമ്പലത്തിൻ്റെ നടയിലോട്ടാണ്. അവിടെ നിന്ന് ആവശ്യം പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഒരു ചെറുക്കയിരിപ്പുണ്ട്, അവിടെ ഉള്ള പയ്യനാണ്. അവൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മുകളിൽ കയറി അപ്പോൾ ഇറങ്ങാമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് 6 മണിക്ക് ശേഷം അങ്ങോട്ട് കയറാൻ പറ്റില്ല, പോലീസ് വരുമെന്നൊക്കെ പറഞ്ഞ്. നമ്മൾ കയറിയപ്പോൾ ഒരു പോലീസിനെയും കണ്ടില്ലടി, ആരും ശല്യപ്പെടുത്തല്ലേ. കൂടാതെ നമ്മൾ മുകളിൽ കയറി ചെന്നപ്പോൾ ഒരു കുഞ്ഞും പിടിക്കുക ചെറുക്കനും ഉണ്ടായിരുന്നു. അവൻ്റെ അച്ഛൻ അവനെയും കൊണ്ട് മുകളിലിരിക്കണം. അങ്ങനെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ കുറേ അങ്ങോട്ട് പ്രാർത്ഥിച്ച് കുറേ ഫോട്ടോയൊക്കെ എടുത്ത്. പിന്നെ ഇവിടെ ചെറിയ കുളമൊക്കെ ഉണ്ട് കണ്ടടേ. നമ്മളൊരു പട്ടിയൊക്കെ കണ്ട്, അയ്യോ ജാങ്ക് പട്ടി കേട്ടടേ. അങ്ങനെ നമ്മളിവിടെ കുറേ നേരം ഇരുന്ന് എക്സ്പ്ലോർ ചെയ്ത് പതുക്കെയാണ് കയറിയത്. പിന്നെ ഒറ്റ പോക്കിന് കയറിയിട്ട് ഇറങ്ങണവരും ഉണ്ടാവും. നമ്മളെ ഫോട്ടോയൊക്കെ എടുത്ത് പതുക്കെ ഇരുന്നൊക്കെയാണ് അങ്ങ് കയറിയത്. അതുകൊണ്ട് ഇച്ചിരി സമയമൊക്കെ എടുത്തടേ. എന്നാലും നല്ല അടിപൊളി സ്ഥലം തന്നെ, നമുക്ക് ആ മടുപ്പൊന്നും വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല തണുപ്പും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. നമുക്ക് നല്ല നല്ല ഫോട്ടോസും എടുക്കാം. ഇവിടെയൊന്നും വലിയ ആൾക്കാരൊന്നും വരാറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കുമില്ല, ഒരു ശല്യവും ഇല്ല, നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുമുണ്ട്. അപ്പം എല്ലാവരും ഇവിടെ വരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എല്ലാവരും വന്ന് ഈ സ്ഥലമൊക്കെ കണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ കാണാൻ വേണ്ടി അങ്ങ് സ്വിറ്റ്സർലൻഡിലൊന്നും പോകേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കിയില്ല. അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരും, വെയിറ്റ് ചെയ്യുക. ഇതൊരു ചെറിയ സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിൻ്റെ മണ്ടയിൽ എന്തരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അതുകൊണ്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതിന് വെയിറ്റ് ചെയ്യുക. അതും കൂടെ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ഇവിടുന്ന് ചാടിപ്പോവാവൂ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ ഉള്ള വ്യൂ ഒക്കെ കണ്ടല്ല. എൻ്റെ നിങ്ങളെല്ലാവരും കുറ്റി മുറിച്ച് നേരെ പൊക്കോളിയപ്പം.